ഒരാൾ ഗവർണർ സ്ഥാനം രാജിവെച്ച ആൾ, ഒരാൾ മന്ത്രി, താങ്കൾ മുൻ കേന്ദ്രമന്ത്രി. അന്നേരം ഒരു ടഫ് കോമ്പറ്റീഷനാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, പക്ഷേ ടഫ് എന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഒരു ഭയമൊന്നുമില്ല അതിൽ കേട്ടോ. ഞാൻ നേരിട്ട് പറയട്ടെ, എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് എന്നെ നൽകിയ വിശ്വാസം ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാനും നമ്മളുടെ തിരുവനന്തപുരം നിവാസികളെ വിശ്വസിക്കുന്നു. അവരെനിക്ക് കാണിച്ചു തന്ന സ്നേഹം അത് വോട്ടുമായി മാറുമെന്ന് വിചാരിക്കുന്നു. താങ്കൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കാണ് താങ്കൾ വോട്ട് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് എന്താ പ്രവർത്തനം, ഒരു കാര്യം പറയട്ടെ, നമ്മൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു വോട്ട് കൊണ്ട് 2 തീരുമാനമാണ് ഒരു വോട്ടർ നിശ്ചയിക്കുന്നത്. ഒന്ന്, ആരാണ് എൻ്റെ ശബ്ദവും എൻ്റെ സ്ഥലത്തിൻ്റെ, എൻ്റെ മണ്ഡലത്തിൻ്റെ ശബ്ദവും ആശങ്കയൊക്കെ ഡൽഹിയിൽ കേൾപ്പിക്കാൻ സാധിക്കുക, ആരാണ് പാർലമെൻറ്റിൽ സംസാരിക്കാൻ സാധിക്കുക, ആരാണ് മന്ത്രാലയത്തിൽ കയറി കേന്ദ്രമന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിക്കാൻ സാധിക്കുക എൻ്റെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട്. അതാണ് ഒരു തീരുമാനം. രണ്ടാമത്തെ തീരുമാനമാണ് ആരാണ് ഈ രാജ്യത്തെ ഭരിക്കേണ്ടത്, ഏത് പാർട്ടിയുടെ മൂല്യങ്ങളാണ് എൻ്റെ മൂല്യങ്ങൾ. അതാണ് ഒരു വോട്ടർ ശരിക്കും തീരുമാനിക്കേണ്ടത്. അതിലത്തെ 2 കാര്യത്തിൽ എനിക്ക് വലിയ ധൈര്യമുള്ളത് എന്താണ്? ആദ്യത്തെ കാര്യം, ഞാൻ പല തവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, എനിക്ക് ചൂണ്ടാൻ കൂടി ആവശ്യം, ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട് എൻ്റെ കഴിവും ഈ നഗരത്തിൻ്റെ പ്രതിനിധിത്വം ഡൽഹിയിലും അന്താരാഷ്ട്ര മേഖലയിലും ഉപയോഗിക്കാനുള്ള കഴിവ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമാത്രമല്ല, ഞാനിവിടെ കൊണ്ടുവന്ന പദവികളും സഹായങ്ങളും എല്ലാവർക്കും അറിയാം. എല്ലാ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സഹായങ്ങൾ മാത്രമല്ല, അത് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്വന്തം വ്യക്തിപൂർവ്വം അന്താരാഷ്ട്രീയ വ്യക്തിബന്ധങ്ങളും രാഷ്ട്രീയ വ്യക്തിബന്ധങ്ങളും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം വ്യക്തിബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് പല വിഷയങ്ങൾ ആൾക്കാർ എല്ലാ ആഴ്ചയും ഒരു 10, 200, 250 ആൾക്കാർ വരും ഓരോ നിവേദനങ്ങളും വിഷയം കൊണ്ട് ഒരു നല്ല ഭൂരിപക്ഷം നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്തവർക്ക് നമ്മളെ വോട്ട് ചെയ്യാൻ തോന്നുന്നതാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തെ കാര്യം ആര് കേന്ദ്രം ഭരിക്കണമെന്നുള്ളതാണ്. ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയുടെ മൂല്യങ്ങളാണ് കേരളത്തിൻ്റെ മൂല്യങ്ങൾ. ഞാൻ കണ്ട കേരളം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന്, എല്ലാവരും ഒരുമിച്ച് ജീവിച്ച്, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ എപ്പോഴും ഉത്തര ഭാരത്തൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഓണത്തിൻ്റെ കഥ പറയും. ഓണം ആരെങ്കിലും ഒരു ഹിന്ദു ഫെസ്റ്റിവലായിട്ട് കാണുമോ? ഒരിക്കലുമില്ല. പറഞ്ഞാൽ എല്ലാ മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഹിന്ദുസ് ഒരുമിച്ച് ഇറങ്ങും, പുതിയ കുപ്പായം ഇടും, സദ്യ കഴിക്കും, ഉപഹാരം കൊടുക്കും, സുഹൃത്തുക്കളുടെ വീട്ടിൽ കയറും. ഇങ്ങനെ നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ ഒരു സൗഹൃദവും ഒരു വർഗീയതയില്ലായ്മയാണ് എനിക്ക് കേരളത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളത്. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെയും വിശ്വാസം. കോൺഗ്രസ് പറയുന്നു എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് പ്രവർത്തിക്കണം, വേറെ വേറെ പ്രാർത്ഥിച്ചോളൂ, അതൊരു പ്രശ്നമില്ല. പ്രാർത്ഥന അത് നിങ്ങളുടെ ദൈവത്തിൻ്റെ ഇടയിലാണ്. പക്ഷേ സംയുക്തത്തിനകത്ത് നമ്മളെല്ലാവരും ഒന്നാണ്. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ 70 വർഷമായിട്ട് ഈ രാജ്യത്തെ നടത്തിയിരിക്കുന്നത്. ആ വിശ്വാസമാണ് കേരളത്തിൻ്റെ വിശ്വാസം. അതാണ് കേരളത്തിൻ്റെ ഈത്തോസ്. ഇവിടെ വർഗീയതയ്ക്ക് ഒരു സ്ഥലം കൊടുക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ത്രികോണ മത്സരം വന്ന കാരണം മാത്രം ഒരു ചെറിയൊരു വിശ്വാസം ചിലവർക്കുണ്ട് BJPക്ക് ഇവിടെ ഒരു ശക്തി കിട്ടുന്നു. പക്ഷേ അല്ലെങ്കിൽ കേരളം മൊത്തം അവരുടെ ഈ വർഗീയത ആരും കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ആരും നിൽക്കുന്നു. അതായത് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ലെന്നാണ് താങ്കൾ കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്? അതെ, അവർക്ക് തുറക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അവർക്ക് കാണുന്നത് ഈ സ്ഥലം മാത്രമാണ്. പക്ഷേ ഈ സ്ഥലത്ത് ഞാനുണ്ടല്ലോ.